ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. BRSന് തിരിച്ചടിയായി ഒരു നേതാവ് കൂടി കോൺഗ്രസിലേക്ക്. രാജേന്ദ്രനഗറിൽ നിന്നുള്ള MLA പ്രകാശ് ഗൌഡയാണ് കോൺഗ്രസിലേക്ക് കൂടുമാറുന്നത്. കോൺഗ്രസിൽ ചേരുന്നതിനോടനുബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി പ്രകാശ് ഗൌഡ ചർച്ച നടത്തിയിരുന്നതായി വൃത്തങ്ങൾ പറയുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തെലങ്കാന മുഖ്യമന്ത്രിയുമായി പ്രകാശ് കൂടിക്കാഴ്ച നടത്തുകയും ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളെയെല്ലാം പ്രകാശ് ഗൌഡ തള്ളിയിരുന്നു. ഏതാനും വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടാനും നിയോജക മണ്ഡലത്തിലേക്ക് ആവശ്യമായ ഫണ്ടിന്റെ കാര്യം ചർച്ച ചെയ്യാനുമാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അന്നത്തെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 7 മാസത്തിനിടെ 6 MLA-മാരും 7 MLC-മാരുമാണ് BRSൽ നിന്നും കോൺഗ്രസിലേക്ക് ചേർന്നത്. ഇതേ തുടർന്ന് കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളെ അടർത്തിക്കൊണ്ടു പോവുകയാണെന്ന ആരോപണവുമായി BRS രംഗത്ത് വന്നിരുന്നു. പ്രകാശ് ഗൌഡയോടൊപ്പം അനുയായികളും കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2001 ഏപ്രിൽ 27-നാണ് K. ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ ഭാരത് രാഷ്ട്ര സമിതി എന്ന BRS പാർട്ടി രൂപം കൊണ്ടത്. തെലങ്കാനയിൽ 2014-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ BRS വിജയിക്കുകയും ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടാനും ലോക്സഭയിലെ പ്രധാന പാർട്ടികളിലൊന്നായി മാറാനും BRSന് സാധിച്ചിരുന്നു. ഒരു കാലത്ത് തെലങ്കാനയുടെ അമരത്തിരുന്ന BRSന് നേതാക്കളുടെയും അണികളുടെയും തുടർച്ചയായ കൊഴിഞ്ഞുപോക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് വ്യക്തമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.